ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തതും തൊട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു വീക്ക് ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ശനി ഞായർ ലാലേട്ടൻ വരുന്നത് കാണട്ടെ, ആര് എവിക്റ്റ് ആകും എന്നുള്ള ഒരു ഭയങ്കര ഒരു ചിന്തയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ സീസണിൽ വന്നിട്ടുള്ളതിൽ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു വീക്ക് എടുക്കുകയാണെങ്കിൽ മുൻഷി രഞ്ജിത്ത്, രണ്ടാമതൊക്കെ പിന്നെ അങ്ങോട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു സുധീനെ ആയിരുന്നു. ഈവൻ രേണു സുധീനെയൊക്കെ അങ്ങ് വാക്കൗട്ട് ആക്കി, വാക്കൗട്ട് ആയതല്ല വാക്കൗട്ട് ആക്കി എടുത്ത് കളഞ്ഞു. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ 7 ആര് എവിക്റ്റ് ആകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മത്സരാർത്ഥികൾക്കും നല്ലൊരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ തമാശ ഉണ്ടാക്കുന്നവരുണ്ട്, വഴക്കടിക്കുന്നവരുണ്ട്, മോശമായിട്ട് മാത്രം സംസാരിക്കുന്നവരുണ്ട്, കട്ടെടുക്കുന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴും ഇതെല്ലാം ഒരു എന്താ പറയുക, ഗെയിമാണ്, ഗെയിമിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ മര്യാദയ്ക്ക് കളിക്കടാ എന്ന് ലാലേട്ടൻ വന്ന് ശാസിക്കുന്നുമുണ്ട്. ഞാൻ ഇത് ഗെയിം ആയിട്ട് കാണുന്നു എന്നതിൻ്റെ ഒരു റീസൺ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നെവിൻ്റെയും അനുമോളുടെയും അല്ലെങ്കിൽ ജിസേല്, ആര്യൻ ഇവരുടെയൊക്കെ ഫണ്ണി ആയിട്ടുള്ള ഈ ഒരു ഹോട്ട്സ്റ്റാറിൽ വരുന്ന ലൈവ് എപ്പിസോഡ്സുകളിൽ നിന്ന് ഫണ്ണി ആയിട്ടുള്ള പല കാര്യങ്ങളും ഏഷ്യാനെറ്റ് തന്നെ ട്രോൾ രൂപത്തിൽ നമുക്ക് ഏഷ്യാനെറ്റിലൂടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് നെവിനും ക്യാമറയും തമ്മിലുള്ള ഒരു ആത്മബന്ധം, അതായത് അവസാനം ആ ഒരു നെവിൻ ഇറങ്ങി ഓടുന്നത്, അവർ തമ്മിലൊരു പ്രണയമുണ്ട് എന്നൊക്കെയുള്ള ലെവലിലേക്കുള്ള ഒരു സീൻ, അത് അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കണ്ടുവന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെയിമുകൾ, എസ്പെഷ്യലി ഗെയിമുകൾ, അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓക്കെ അവിടെ മത്സരാർത്ഥികളെ പോലും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചു, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ബിഗ് ബോസ് പറയും അതൊരു 7ന്റെ പണിയായിരുന്നു, നിങ്ങളത് എടുത്തത് തെറ്റായിപ്പോയി. ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ശരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ഒരു പണി ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവരെന്താണ് വിശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും ആ പണി കിട്ടുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം, ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതലേ പലരിടത്തും റൂഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ ചെയ്ത നല്ല കാര്യത്തെ അപ്പോൾ തന്നെ ആ ഒരു ഫേസ് എക്സ്പ്രഷനും അതുപോലെ സംസാര രീതിയും ഒക്കെ മാറ്റിയിട്ട് അത് കൊള്ളാമായിരുന്നു കേട്ടോ, പക്ഷെ ഇത് കൊള്ളത്തില്ലായിരുന്നു. ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചേഞ്ച് അത് ലാലേട്ടൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു ഇന്നലെ നടന്ന, അല്ലെങ്കിൽ ഈ ഒരു വേദലക്ഷ്മിയുടെ ആ ഒരു ടോക്കിൽ വേദലക്ഷ്മി എടുത്ത് ആ ഒരു ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആദില നൂറ വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് എടുത്തടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓവറോൾ ബിഗ് ബോസ് സീസൺ 7 എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു സീസണിലെ ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ്, പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന, എസ്പെഷ്യലി പ്രേക്ഷകർ ഒരുപാട് ചർച്ച ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആദ്യം തന്നെ പറയാല, രേണു സുധിയെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രേണു സുധിയുടെ ആദ്യത്തെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു സീസണിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അനുമോളുടെ കൂടോത്ര കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളവിടെ വന്നിട്ടുണ്ട്. പ്ലാച്ചിയെ കുറിച്ചുള്ള സംസാരം വന്നിട്ടുണ്ട്. അനുമോള് പറഞ്ഞ ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് താണ്ട് ഇന്നലെ എടുത്ത് കൊട്ടിയിട്ടുണ്ട്. പിന്നെ നെവിന്റെ കുറെ കള്ളത്തരങ്ങളും ഫണ്ണായിട്ടുള്ള എല്ലാ എലമെന്റുകളും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഓഫ് കോഴ്സ് അനീഷിന്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് കാണിക്കുന്ന കുറച്ച് മൊമെന്റ്സുകളുണ്ട്. ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ, അങ്ങനെ അല്ലറ ചില്ലറ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണിക്കേണ്ട രീതിയിൽ തന്നെ കാണിക്കുകയും ലാലേട്ടൻ അത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം എപ്പിസോഡ് കാണുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ ലൈവ് കണ്ടാൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒന്ന് തൊട്ട് സംസാരിക്കാൻ ലാലേട്ടന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ വരുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡാണ് ശരിക്കും അഡാർ പഠാർ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. ഇത് ഞാനൊരു കൊച്ചു വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അത് ഞാൻ തുടരെ ഇടും. അപ്പോൾ കുറച്ചൊക്കെ ദിവസങ്ങളായിട്ട് സീരിയൽ ഗ്രാൻഡ്മ നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ജീവിതമാണ്, ഇതൊരു കളിയാണ്, ഇതൊരു ഗെയിമാണ്. അപ്പോൾ നമുക്കിനി ഒന്നിച്ച് മുന്നേറാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിനൊപ്പം കൂടിക്കോ. സീരിയൽ ഗ്രാൻഡ്മ എന്നും നിങ്ങൾക്ക് ലൈവ് അപ്ഡേഷൻസുമായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി സുമന, ബൈ.